എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. ചിലർക്ക് അത് അറിയാമായിരിക്കും, ചിലർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എംബ്രോയ്ഡറിയുടെ ഓരോ സ്റ്റെപ്പ് വൈസ് ഉണ്ടല്ലോ, ഓരോ സ്റ്റിച്ചിങ്ങിൻ്റെ പേരുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ചിങ് എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു രീതിയും കൂടെയാണ് ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, കണ്ടു നോക്കുക കേട്ടോ. മൂന്ന് നൂലെടുത്തിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ നമ്മളിങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ലൈനിനകത്തൊക്കെ സൂചി ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ടാണ് റണ്ണിങ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ട് നമ്മൾ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന ഒരേ ഡിസ്റ്റൻസിൽ ഗ്യാപ്പ് വീഴാനും നൂല് വരുന്നതും ഒരേ ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ സൂചി ഇതേപോലെ, അതായത് തയ്ക്കാൻ എളുപ്പമുള്ളവർക്ക് സൂചി ഇതുപോലെ തന്നെ മുന്നോട്ട് ആക്കി കൊടുത്തുകൊണ്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇതായിരിക്കും കൂടുതൽ എളുപ്പം. അതല്ല, ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ വേറെ മെത്തേഡുകളുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതായിരിക്കും എളുപ്പം, എനിക്കിതാണ് എളുപ്പം. അപ്പം ചെയ്ത് പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതിയായിരിക്കും. നമ്മുടെ സൂചി എടുത്ത് കോർത്ത് പോകുമ്പം ഇച്ചിരി പാടാണെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് കുത്തി വേണേലും നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടുക എന്നതേ ഉള്ളൂ, നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മതി. ചിലപ്പം സൂചി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ടിങ്ങനെ നൂലിൻ്റെ ഇതും അതുപോലെ ഗ്യാപ്പ് ഇടുന്നതും ഒരേ ഒരു ഡിസ്റ്റൻസിലായിരിക്കാൻ നമുക്ക് നോക്കിയാൽ മതി. അതാണ് റണ്ണിങ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഈ സ്റ്റിച്ചിങ് ഫുള്ള് നിങ്ങളത് കാണുക കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയാണ്
ചെയ്യുന്നതാണ്. സൂചി ഇങ്ങനെ കുത്തിയെടുത്തു, താഴോട്ട് തന്നെ നമ്മൾ വീണ്ടും അത് മുന്നോട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടെടുത്തു, പിന്നെ അത് മേലോട്ട് കുത്തി. അങ്ങനെയാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ഞാൻ ആദ്യം കാണിച്ച രീതിയിൽ ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ കുത്തി താഴോട്ട് പോയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല ഇതാ എളുപ്പമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ എങ്ങനെയാണോ വശം അതിനനുസരിച്ച് ചെയ്യാം. ചിലപ്പം ഒത്തും നൂല് എങ്ങനെ പിടിക്കണമെന്ന് പോലും അറിയാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം റണ്ണിങ് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. അപ്പം ഇതാണ് റണ്ണിങ് സ്റ്റിച്ചിങ്. ഇതൊക്കെ പഠിക്കുമ്പം നമുക്ക് ഓരോ ഐഡിയാസ്, ഓരോ ഡ്രസ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കാണിക്കുന്നത്. ഇതാണ് റണ്ണിങ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ ഇടുന്നുണ്ട്, അതിന് ബാക്ക് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചായിരിക്കും.